നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് റിലേറ്റീവ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ. നമ്മൾ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ 1 ഡയമെൻഷണൽ മോഷനിൽ റിലേറ്റീവ് വെലോസിറ്റിയും മോഷനൊക്കെ പഠിച്ചായിരുന്നു അല്ലേ. നമ്മൾ 2 ഡയമെൻഷനിൽ എങ്ങനെ റിലേറ്റീവ് വെലോസിറ്റിയും ആക്സലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ വരും നമ്മൾ പഠിക്കും. നമ്മൾ ഈ ഭാഗത്ത് വരുന്ന മെയിൻ 2 ടോപ്പിക്കാണ്. ഒന്ന് റിവർ ബോട്ട് പ്രോബ്ലവും റെയിൻ അംബ്രല്ല പ്രോബ്ലവും. മഴയത്ത് കുട പിടിക്കുന്ന എത്ര ആംഗിളിൽ എന്നൊക്കെ പറഞ്ഞു ഉള്ള ഒരു ഭാഗം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഈ വീഡിയോയിൽ നമ്മൾ റിവർ ബോട്ട് പ്രോബ്ലം, ഇത് വേറെ ഇതിലും ചോദിക്കാം. റിവർ സ്വിമ്മർ പ്രോബ്ലം, അതായത് അല്ലെങ്കിൽ എയറോപ്ലെയിൻ വിൻഡ് പ്രോബ്ലംസ്, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു റിവർ ഉണ്ട്, ഒരു റിവർ, ഇതിൻ്റെ വീതി തരും, വിട്ട് ഡി എന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. ഞാനപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് സ്വിം ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്വിമ്മറാണ്, സ്വിമ്മർ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് സ്വിം ചെയ്യുക. അല്ലെങ്കിൽ ബോട്ടാണ്, ബോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് യാത്ര പോവുക. ആലോചിച്ചേക്ക്, റിവർ ഇതാ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതാണ് വെലോസിറ്റി ഓഫ് റിവർ. അപ്പോൾ ഒബ്സർവർ ഇതാ ഇവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് ഒരാൾ നോക്കുമ്പോൾ പുഴ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകുക. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് റിവർ തന്നേക്കുന്നത് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് പുഴ അങ്ങോട്ട് ഒഴുകുന്നു. സ്വിമ്മർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വിം ചെയ്താൽ ഈ പുഴേൻ്റെ വെലോസിറ്റി ഉള്ളത് കൊണ്ട്, അങ്ങോട്ടുള്ളത് കൊണ്ട് ഇവൻ നേരെ പോകുമോ? ഇല്ല. പകരം എങ്ങോട്ടാണ് പോവുക? ഇതാ ഇങ്ങോട്ടേക്ക്, ഒരു കുറച്ച് ദൂരം ഇതാ ഇപ്പുറത്തേക്ക്. ഇതാരാ കാണുന്നത്? നമ്മൾ നോക്കുമ്പോൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്വിമ്മർ ഇങ്ങോട്ടേക്ക് അല്ലെ ബോട്ട് ഇങ്ങോട്ടേക്ക് പോകുമായിരുന്നു. പക്ഷേ അവൻ എങ്ങോട്ട്, നമ്മൾ കാണുന്ന എങ്ങോട്ടാ? ദേ ഇവൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ പോയ പോക്കാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നമ്മൾ കാണുന്ന സ്വിമ്മർ ഇങ്ങോട്ട് പോകുന്ന, അല്ലെങ്കിൽ ബോട്ട് ഇങ്ങോട്ട് പോകുന്ന. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്നതായിരുന്നു? ഇങ്ങോട്ടേക്ക് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. പുഴയിൽ ഇവൻ നീന്തിയത് ഇങ്ങോട്ടേക്കാണ്, പക്ഷേ അവൻ എങ്ങടാ പോയത്? ഇതാ ഇങ്ങോട്ടേക്ക്. ഈ പോകുന്ന പോക്കാണ് നമ്മൾ കാണുന്നത്. ഇവർ ഇങ്ങോട്ട് പോകുന്ന. അതുകൊണ്ട് ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഇത് ഇങ്ങോട്ടേക്കുള്ളത്. ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഇത്രയും കാര്യം അറിഞ്ഞാൽ മാത്രം മതി. ഇങ്ങോട്ടേക്ക് നീന്തി ആൾ എത്തിച്ചേർന്നതാണ് ഇങ്ങോട്ടേക്ക്. ഇതിനെ പറയുന്ന പേരാണ്, ഈ ഡിസ്റ്റൻസിനെ, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്. ഈ എക്സ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതിനെ പറയുന്നതാണ് എന്ത്? ഡ്രിഫ്റ്റ്. നമ്മൾ ചോദിക്കുക മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, ടൈം ടേക്കൺ ടു ക്രോസ് ദ റിവർ. രണ്ടാമത്തത് ഫൈൻഡ് ഡ്രിഫ്റ്റ്. മൂന്നാമത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആക്ച്വൽ ഡിസ്റ്റൻസ് കവേർഡ്. ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ സ്വിംഡ്. ഈ ഡിസ്റ്റൻസ് ഇവിടുന്ന് ദാ ഇങ്ങോട്ടേക്ക്. ഒറിജിനൽ എത്രയായിരുന്നു? ഇവിടുന്ന് ഇത്രയും വിട്ടാണ് ഉണ്ടായിരുന്നത്. ഇവൻ ഇവിടുന്ന് ഇവിടം വരെ പോയാൽ മതിയായിരുന്നു. പക്ഷേ നീന്തി കഴിഞ്ഞപ്പോൾ അവനത് ഇവിടുന്ന് ദാ ഇവിടം വരെ പോകേണ്ടി വന്നു. ഇനി ഇത്രയും കാര്യം നമുക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. ഇനി ചോദിക്കാനുള്ള വേറൊരു രീതി എന്ന് പറഞ്ഞാൽ, റിവറാണ്, അതിൻ്റെ വിഡ്ത്ത് ഡി, ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. എനിക്ക് ഇവിടെ തന്നെ എത്തണം. പുഴ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത്. ഇതാ ഡയറക്ഷൻ, വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. പുഴ ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത്. എനിക്ക് ഇവിടെ തന്നെ എത്തണമെങ്കിൽ ഞാൻ എങ്ങോട്ട് സ്വിം ചെയ്യണം? എന്നൊക്കെ മക്കളത്, എനിക്ക് ഇവിടെ തന്നെ എത്തണ്ടേ. ഞാൻ ഇങ്ങോട്ടേക്ക് നേരെ സ്വിം ചെയ്താൽ ഇവന് ഇങ്ങോട്ട് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുറച്ച് ഇപ്പുറത്തേക്കാക്കിയിട്ട് സ്വിം ചെയ്യും, ഇതാ ഇങ്ങോട്ടേക്ക്. അപ്പം ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഞാൻ ഇങ്ങോട്ട് ട്രൈ ചെയ്യും സ്വിം ചെയ്യാനായിട്ട്. പക്ഷേ ഈ റിവർ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് അതിൻ്റെ വെലോസിറ്റി ഉള്ളതുകൊണ്ട് അതിൻ്റെ കമ്പൗണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പം ഞാൻ കറക്റ്റ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരണമെങ്കിൽ, ഇപ്പം ഞാൻ ഗ്രൗണ്ടിൽ നിന്ന്, വേറെ ആൾ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുവാണെങ്കിൽ അയാൾ കാണുന്നത് നമ്മൾ സ്വിമ്മർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്വിം ചെയ്യുന്ന പോലെ കേട്ടോ. കറക്റ്റ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ.
ഇത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. കറക്റ്റ് ഇത് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ചോദിക്കുക ഈ ആംഗിൾ എത്ര സെലക്ട് ചെയ്യണമെന്ന്, എത്ര ആംഗിൾ വെർട്ടിക്കലായിട്ട് എത്ര ആംഗിളിൽ ഞാൻ സ്വിം ചെയ്താലാണ് ഞാൻ കറക്റ്റ് ഇതാ ഇവിടെ എത്തിച്ചേരാമെന്ന്. ഈ 2 ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്തും ചോദിക്കാവുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്കിനി പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഓർത്തിരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് മാർക്ക് ചെയ്യാൻ. ഇത് നമുക്ക് എന്താ പറയുക, വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് ഇങ്ങോട്ടേക്ക് അത് മാർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇത് ഈ പുഴ ഒഴുകുന്ന ഡയറക്ഷനിൽ മാർക്ക് ചെയ്താൽ മതി, ഇത് ടെൻഷനില്ല. മാർക്ക് അറിയേണ്ട സാധനങ്ങൾ ഈ 2 ടേമാണ്, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവറും വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടും. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്വിമ്മർ എങ്ങോട്ടേക്കാണോ പോകുന്നത് അതാണ് മാർക്ക് ചെയ്യേണ്ട ഈ സാധനം. ഇവിടെ എങ്ങോട്ടാണ് ഈ സാധനം. ഇത് 2 മാർക്ക് ചെയ്യാൻ പഠിച്ചാൽ സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്താൽ മതി, മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് കിട്ടിക്കോളും. അപ്പം നമ്മൾ നമ്മുടെ HC പറഞ്ഞ പ്രോബ്ലം നമ്മൾ ഇതിനകത്ത് മുഴുവൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ പ്രോബ്ലം എഴുതിയെടുക്കാം. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ഫോട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സംഭവം ഇതാണ്, ഒരു റിവർ. ഒരു സ്വിമ്മറുണ്ട്. സ്വിമ്മർ ഇതാ ഇവിടെ നിന്ന് സ്വിം ചെയ്യാണ്. സ്വിമ്മറിന് സ്റ്റിൽ വാട്ടറിൽ അയാൾക്ക് സ്വിം ചെയ്യാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 4 km/h. വെലോസിറ്റി ഓഫ് റിവർ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് തന്നിട്ടുണ്ട് 3 km/h ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്ര ദൂരെ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇയാൾ ചോദിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാണ്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വെലോസിറ്റി, അയാൾ എങ്ങോട്ട് പോകും അല്ലെങ്കിൽ അയാളുടെ വെലോസിറ്റി എത്രയാണ് നോക്കിയേ. ഈ തന്നേക്കുന്ന എന്നതാ, ഈ 4 km/h തന്നേക്കുന്ന എന്നതാ, ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. അപ്പോൾ ഇയാൾ സ്വിം ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. അപ്പോൾ ഇയാൾ എങ്ങോട്ടാണ് പോവുക, ഇതാ ഇങ്ങോട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇത് എത്രയാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് ഞാൻ പറയാൻ കാരണം, തന്നിട്ടില്ലല്ലോ ഇങ്ങോട്ടേക്ക് പോകുന്നത്. പുഴതായി ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത്, ഇയാൾ സ്വിം ചെയ്യുന്നത് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അത് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ എങ്ങോട്ട് പോകും, ഇതാ ഇങ്ങോട്ടേക്ക് പോകും. ഇതാണ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ കാണുന്നത്. അതുകൊണ്ട് ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. തന്നിട്ടുണ്ട് ഇത് 4 km/h ആണ്, ഇത് 3 km/h ആണ്. ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, 2 വെക്ടർ, ഒരാൾ 3 km/h, ഒരാൾ 4 km/h. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കില്ലേ ദ ഈവൻ അല്ലേ. 2 വെക്ടർ പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും എന്ത്, ദ ഈവൻ. ഇതറിയത്തില്ലെങ്കിൽ ദ ഇങ്ങോട്ട് നോക്കിയോ, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ, നമ്മുടെ റിലേറ്റീവ് മോഷൻ്റെ ഇക്വേഷൻ, ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇതെവിടെ നിന്ന് വന്നെന്ന് ഓർമ്മയുണ്ടോ, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ആ ഇക്വേഷൻ ഇവിടെ എഴുതിയേക്കുന്നത്. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ തന്നിട്ടുണ്ട് 4 ആണ്. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ് എനിക്ക് കാണേണ്ടത്, മൈനസ് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇതെത്രയാണ് 3. ഇങ്ങോട്ട് നോക്കി, ഇനി ഇങ്ങോട്ടേക്ക് എഴുതി നോക്കി, 4 + 3 ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. എൻ്റെ ആൻസർ എന്നാ കിട്ടി, 7 ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇങ്ങനത്തെ പൊട്ടത്തരം ഒന്നും എഴുതി വെക്കരുത്. ഇത് വെക്ടറാണ്. നമ്മൾ റിലേറ്റീവ് മോഷൻ 1 ഡയമെൻഷനിൽ പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പഠിച്ചായിരുന്നു, ഇതൊക്കെ എന്നതാ വെക്ടർ. ഞാൻ മുകളിൽ വെക്ടർ എഴുതാൻ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ എഴുതുന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, എനിക്കറിയാം നിങ്ങളത് തെറ്റിക്കുമെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ വെക്ടറിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ നോക്കി, വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഇവൻ എങ്ങോട്ടേക്കാണ് മക്കളെ, എക്സ് ആക്സിസിലേക്കാണ് അല്ലേ.
അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇവൻ എഴുതി വെച്ചേക്കുവാണ്, ഇവൻ എഴുതാൻ ഉദ്ദേശിക്കുകയാണ് ഇതാ ഇങ്ങനെ 3i എന്ന് കേട്ടോ. ഇത് നോക്കിയേ, ഇത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഇവൻ എങ്ങോട്ടേക്കാണ്? നേരെ മുകളിലേക്കല്ലേ. അപ്പം ഞാൻ ഇവനെ 4j എന്നും വിളിക്കുക. ഇനി ഇവിടെ ആഡ് ചെയ്യും, ഇനി ഈ വെക്റ്റർ ഫോം അപ്ലൈ ചെയ്യാം. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ എത്രയാ? 4j. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എനിക്ക് അറിയത്തില്ല, അതാ കാണണ്ടേ. ഇതെത്രയാ? 3i. ഇനി ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. 4j + 3i = വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇതാ നമ്മുടെ ആൻസർ ഇൻ വെക്റ്റർ ഫോം. വെക്റ്റർ ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി ഇത് കിട്ടിക്കഴിഞ്ഞു. ഇവൻ്റെ ഇക്വേഷൻ ആണ് 4j + 3i. ഇതാണെന്ത്? 4j + 3i. രണ്ട് വെക്ടറിന്, ഈ ഹൊറിസോണ്ടൽ വെക്ടറിനെയും ഈ വെർട്ടിക്കൽ വെക്ടറിനെയും തമ്മിൽ കൂട്ടിയ ആൻസർ അത്രയേ ഉള്ളൂ. ഇത് ഇവൻ്റെ മാഗ്നിറ്റ്യൂഡോ, വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്നാ ചെയ്യണ്ടേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ സാധനം, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനായിട്ട് √3² + 4² എത്രയാ? 5. 9ഉം 16ഉം √25 എടുത്താൽ എത്ര കിട്ടും? 5 കിട്ടും. അപ്പോൾ എൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എന്ത്? 5 m/s. ഇതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. = 5 m/s. ഇനി ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയോ, ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ, അതായത് ഇയാൾ സ്വിം ചെയ്താൽ എത്ര ആംഗിളിലാണ് ഇയാൾ ആക്ച്വലി എത്തിച്ചേരുന്നതെന്ന്. ഈ ആംഗിൾ നോക്കിയേ, tan θ = tan θ. ഇതല്ലേ ട്രയാംഗിൾ, ഇതല്ലേ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. tan θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇതെത്രയാണ് മക്കളെ? ഈ കമ്പോണൻറ്റ് 3 km/h അല്ലേ? ഇതാണ് വെലോസിറ്റി. ഈ സാധനമല്ലേ ഇവിടെ? ഇത് വെക്ടർ അല്ലേ? ഈ വെക്ടറും ഈ വെക്ടറും തമ്മിൽ കൂടി ചേർന്നാണ് ഈ വെക്ടർ. അപ്പം ഞാൻ നേരെ പാരലൽ ഷിഫ്റ്റ് ചെയ്യുക. ഇത് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് എടുത്ത് വെച്ചു. ഇതാണ് 3 km/h. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് നമ്മുടെ വെക്ടറിൻ്റെ റെസൊല്യൂഷനും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാർട്ടീഷ്യൻ ഫോമൊക്കെ പഠിപ്പിക്കാൻ നേരത്ത് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണണം കേട്ടോ, എന്നിട്ട് ഇത് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇത് കണ്ടാലേ വല്ലതും മനസ്സിലാവുള്ളൂ. അപ്പം നോക്കിയേ, ഇത് 3, ഇത് 4. tan θ ഇപ്പം എന്നാ വരും? 3/4. അങ്ങനെ തീറ്റ എന്നാ വരും? tan 1 3/4. ഈ 3, 4, 5 ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഫേമസ് ട്രയാങ്കിൾ. ഇത് ഓർത്തിരുന്നോ? നോക്കിയേ, ഇത് 3, ഇത് 4, ഇത് 5 ആണെന്ന് വിചാരിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ ഇത് 37 ഡിഗ്രി, ഇത് 53 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അങ്ങനെയായിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതാലോചിച്ച് നോക്കി, tan 1 3/4 എത്ര വരും? tan 1 3/4 37 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ നോക്ക്, tan 37 = 3/4 എന്ന് വരില്ലേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അങ്ങനെയെങ്കിൽ tan 1 3/4 എന്ന് പറഞ്ഞാൽ tan 1 3/4 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 37 ഡിഗ്രി. അതവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഓർത്തിരിക്കണം. നമുക്ക് ഈ എളുപ്പത്തിന് കുറേ കണക്കുണ്ടാക്കാൻ വേണ്ടി ആ ട്രയാങ്കിളാണ് ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി തിരിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് തീറ്റ കണ്ടുപിടിച്ചു, ഈ സ്വിമ്മറിൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി ചോദിക്കാനുള്ളത് ടൈം. എത്ര നേരം കൊണ്ടാണ് അവിടെ എത്തിയെന്ന്. ടൈമിൻ്റെ ഇക്വേഷൻ എന്താ നോക്കി, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ത് കിട്ടും? ടൈം കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് മക്കളെ? ഇതാ ഈ വീതി. ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ വിഡ്ത്ത് തന്നിട്ടില്ല. നമുക്ക് തൽക്കാലം എടുക്കാം, ഒരു 200 മീറ്ററാണ് ഇതിൻ്റെ വീതി എന്ന് എടുക്കാം. എത്രയാ? 200 മീറ്റർ. ഞാൻ ക്വസ്റ്റ്യൻ എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. 200 മീറ്ററാണ് ഇതിൻ്റെ വീതി, ഈ റിവറിൻ്റെ വീതി, വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ടൈം കാണാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ് വിഡ്ത്ത് ഡിവൈഡ് ബൈ അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ വെലോസിറ്റി. ശ്രദ്ധിക്കണം, ഇവിടെ ഒരുപാട് വെലോസിറ്റി ഉണ്ട്. റിവറിൻ്റെ വെലോസിറ്റി ഉണ്ട്, ഇവിടെ വേറെ വെലോസിറ്റി ഉണ്ട്, ഇവിടെ വേറെ വെലോസിറ്റി ഉണ്ട്. എടുക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെങ്കിലും എടുക്കാം. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ എടുക്കാം,
അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവൻ ഇവിടെ നിന്ന് ഇവിടം വരെ എത്തി, അത് വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഏതാണോ എടുക്കുന്നത് അതിൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി വേണം എടുക്കാനായിട്ട്. ഇതാണ് എടുക്കുന്നതെങ്കിൽ, വിട്ടാണ് എടുക്കുന്നതെങ്കിൽ വിട്ടിലേക്കുള്ള വെലോസിറ്റി ഈ കമ്പൗണ്ട് അല്ലേ, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ ആയിരുന്നു ഈ ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി. അപ്പോൾ അതെടുക്കണം. വിട്ട് ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ എത്രയാ? 200 ഡിവൈഡ് ബൈ 4 എത്ര കിട്ടും? 50. ഈ 50 ഇതിൻ്റെ യൂണിറ്റ് എന്നാ വരും മക്കളെ? ഇത് ഞാൻ എത്ര എടുത്തേക്കുന്നത്? 200 മീറ്റർ ആണല്ലോ എടുത്തേക്കുന്നത്. ഇതെത്രയാ? km/h ആണ്. ഓ, ഒരു പണിയായിരുന്നു. ഇത് 0.2 കിലോമീറ്റർ എന്ന് എടുക്കായിരുന്നു. 0.2 കിലോമീറ്റർ. ഇത് 0.2 കിലോമീറ്റർ. ഇതെന്നാ? km/h അല്ലേ? 0.2/4. അപ്പം എന്നാ കിട്ടും? 0.5 കിട്ടും. ബെസ്റ്റ്. 0.05. 0.2 ഡിവൈഡ് ബൈ 4 എന്ത് കിട്ടും? 0.05. അത്രയും അവർ. ഇതാണ് എന്ത്? ടൈം. ഇതാ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എഴുതിപ്പോയി അല്ലേ? ഇതെന്നാ ആൻസർ? km/h. നിങ്ങൾ യൂണിറ്റ് ശ്രദ്ധിക്കേണ്ട, നമുക്ക് തെറ്റ് പറ്റും. ബോർഡിൽ എഴുതുമല്ലേ? കാര്യം മനസ്സിലായല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അതും വേണേൽ കണ്ടുപിടിക്കാം. നോക്കിയേ, ടൈം കിട്ടിയിട്ടുണ്ട് 0.05 ഹവറാണ്. അപ്പം ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇത്രയും ഡിസ്റ്റൻസ് കിട്ടും. ഇത് 0.2 കിലോമീറ്റർ ആണ് ഇത്രയും ഭാഗം. 3 ഇൻറ്റു ഈ സമയം മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഈ ദൂരം കിട്ടും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടും. അത് നമുക്ക് ഇത് ഫുള്ള് പോയിൻ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലം എഴുതിയെടുത്തോ, അതിൻ്റെ ഫോട്ടോ ഇടാം. നിങ്ങളത് പോസ്റ്റ് ചെയ്തിട്ട് ഒന്നുകിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ വായിച്ചു നോക്കാം. മക്കളെ, നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഒരു റിവർ ഉണ്ട്, ഒരു സ്വിമ്മർ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിൽപ്പുണ്ട്. ഇവിടെയാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ പോയിന്റിലേക്ക് നീന്തി എത്തിയെന്നാണ് പറയണേ. വെലോസിറ്റി ഓഫ് റിവർ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എത്രയാണ് നിൽക്കുന്നത്? 2 km/h. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ 3 തന്നിട്ടുണ്ട്. അതെങ്ങോട്ടേക്കായിരിക്കും? ഇയാൾക്ക് ഇവിടെ എത്തേണ്ടെങ്കിൽ അയാൾ നീന്തേണ്ടത് കുറച്ച് ഇപ്പുറത്തേക്കാണ്, ഇതാ ഇങ്ങോട്ടേക്ക്. ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. അത്ര 3 km/h. ചോദിച്ചേക്കുന്നത് ഈ ആംഗിളാണ്, എത്ര ഡിഗ്രിയിൽ ഇയാള് ചെരിഞ്ഞ് നീന്തണം. നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഈ ഡയറക്ഷനിലേക്കാണ് അയാൾ നീന്തി പോകുന്നത്. അയാൾ ശരിക്കും നീന്തുന്നത് ഇങ്ങോട്ടേക്കാണ്, പക്ഷെ പുഴ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. ഇവൻ കറക്റ്റ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും ഈ തീറ്റ? ഇങ്ങോട്ട് നോക്കി, നമ്മൾ വെക്റ്റർ റെസൊല്യൂഷന്റെ സമയത്ത് ഈ കൺസെപ്റ്റ് ഒന്നിട്ട് ക്ലിയർ ആക്കുക. ഇത് ഒരു വെക്ടർ പേര് കൊടുക്കുക, എ വെക്ടർ. ഇത് എ വെക്ടർ. ഈ ആംഗിൾ തീറ്റ ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിന്റെ തീറ്റ കമ്പോണന്റ്, ഈ കമ്പോണന്റ് എന്നാ വരും? എ കോസ് തീറ്റ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കമ്പോണന്റോ ഇതാണ് എ സൈൻ തീറ്റ. അതായത് ഇനി നമുക്ക് ഈ വെക്ടറിനെ എടുത്ത് കളയാമെന്നർത്ഥം. ഈ വെക്ടറിനെയും തമ്മിൽ കൂട്ടി കിട്ടുന്നതാണ് ഇവൻ. അതായത് ഞാൻ ഇവനെ സ്പ്ലിറ്റ് ചെയ്തു, 2 റെക്ടാങ്കുലർ കമ്പോണന്റ് ആക്കിയിട്ട്, പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 കമ്പോണന്റ് ആക്കിയിട്ട് ഞാൻ ഇവനെ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഇതിനെ പറഞ്ഞതാണ് വെക്ടർ റെസൊല്യൂഷൻ.
ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ ഈ വെക്ടറിനെ എടുത്ത് കളയാം. ഈ സാധനം എടുത്ത് നേരെ ഇവിടെ കൊണ്ടുപോയി വെക്കാം. പാരലൽ ഷിഫ്റ്റിംഗ് എന്ന് പറയും. എ സൈൻ തീറ്റ. എനിക്ക് ഇവിടെ വരച്ചാലും കുഴപ്പമില്ല. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതൊരു വെക്ടറാണ് അല്ലേ? 3 km/h എന്ന് പറഞ്ഞൊരു വെലോസിറ്റി വെക്ടറാണ്. തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന ഈ കമ്പോണന്റ് എന്നാ വരും? 3 cos തീറ്റ. ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ കമ്പോണന്റ് എന്നാ വരും? 3 sin തീറ്റ. വെക്ടർ അല്ലേ? ഈ വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്തേ. അപ്പൊ ഈ വെക്ടറിനെയും ഈ വെക്ടറിനെയും തമ്മിൽ കൂട്ടി കിട്ടുന്നതായിരിക്കും എന്ത്? ഈ വെക്ടർ അല്ലേ? ഇവിടെ നോക്കി, ഈ വെക്ടറിനെയും ഈ വെക്ടറിനെയും തമ്മിൽ കൂട്ടി കിട്ടുന്നതാണ് എന്ത്? ഈ വെക്ടർ. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഇവന്റെ തലയെ കൊണ്ടേയും മറ്റവന്റെ വാല് കൊണ്ടേ വെച്ചാൽ മൂന്നാമത്തെ സൈഡ് യോജിപ്പിക്കുന്നതായിരിക്കും റിസൾട്ടന്റ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പൊ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തേ ഉള്ളൂ. സ്പ്ലിറ്റ് ചെയ്ത് കിട്ടി ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? ഈ സാധനം കിട്ടും. ഇവനെ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇവനെ കിട്ടും. ഞാനേ ചെയ്യും. ഇത് മനസ്സിലാക്കി. നീന്തിയ ഈ സ്വിമ്മർ ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ഇവിടെ വരെ എത്തി. അതിന്റെ അർത്ഥം ഇയാൾ കുറച്ചു പോലും അങ്ങോട്ടും പോയിട്ടില്ല ഇങ്ങോട്ടും പോയിട്ടില്ല എന്നർത്ഥം. അതായത് ഇപ്പൊ ഇയാൾക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വെലോസിറ്റി കമ്പോണന്റ് ഇല്ല. ഇവിടെ പുഴയുണ്ട്. പുഴ അങ്ങോട്ട് 2 km/h സ്പീഡിൽ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ ഈ വെലോസിറ്റിന്റെ ഈ കമ്പോണന്റ് ഇവനെ ഈക്വൽ ആക്കി പിടിച്ചു നിർത്തുന്നതുകൊണ്ടാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ മുമ്പോട്ട് പോയത്. ആ ഒറ്റ ലോജിക്ക് മനസ്സിലായാല് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നോക്കിയേ, 3 sin തീറ്റ എന്ന് പറഞ്ഞ ഈ വെലോസിറ്റിന്റെ ഈ കമ്പോണന്റ് എന്തിനോട് ഈക്വൽ ആവണം? 2 km/h ഈക്വൽ ആണെങ്കിൽ ഡയറക്റ്റ് ഇവിടം വരെ എത്തും. കാരണം ഈ വെലോസിറ്റി എങ്ങോട്ടാണ് പിടിച്ചു വലിക്കുന്നത്? ഇങ്ങോട്ടേക്ക്. ഞാൻ പാരലൽ ഷിഫ്റ്റിംഗ് നടത്തി. ഈ വെക്ടറിനെ ഞാൻ ഇവിടെ കൊണ്ടേ വരച്ചു വെച്ചു. വരച്ചാൽ അത് കുഴപ്പമില്ല. ഇതെന്താ സാധനം? 3 sin തീറ്റ. അപ്പൊ അങ്ങോട്ടേക്കുള്ള 2 km/h ഇങ്ങോട്ടേക്കുള്ള 3 sin തീറ്റയോട് ഈക്വൽ ആണെങ്കിൽ ഇവൻ നേരെ പോകുള്ളൂ. അത്രയേ ഉള്ളൂ അർത്ഥം. കിട്ടി, ആൻസർ കിട്ടി. sin തീറ്റ ഈസ് ഈക്വൽ ടു 2/3. യൂണിറ്റ് ഇവിടെ യൂണിറ്റ് ചെയ്തിട്ടില്ലോ. 3 km/h നമ്മൾ യൂണിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. 2/3. അപ്പൊ sin തീറ്റ ഈക്വൽ ടു 2/3. തീറ്റ കിട്ടി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ തീറ്റ എത്രയാ? തീറ്റ ഈസ് ഈക്വൽ ടു sin ഇൻവേഴ്സ് 2/3. കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചാൽ മതി എത്രയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ തീറ്റ കിട്ടി. ഇനി ചോദിച്ചേക്കുന്നത് ടൈം ടേക്കണാണ് ചോദിച്ചേക്കുന്നത്. ടൈം ടേക്കണിന് തന്നിട്ടുണ്ട് വീതി 500 മീറ്റർ ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ വിഡ്ത്ത് 500 മീറ്റർ ആണ്. അങ്ങനെ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് 500 എടുക്കുന്നെങ്കിൽ വെലോസിറ്റി ഈ 500 ഡയറക്ഷനുള്ള വെലോസിറ്റിയാണ് എടുക്കാനായിട്ട്. ഈ 500 ഡയറക്ഷനുള്ള വെലോസിറ്റി ഏതാ നോക്കി. ഈ വെലോസിറ്റിനെ ഞാൻ രണ്ട് കമ്പൗണ്ട് ആക്കി മാറ്റി. ഒന്ന് 3 cos തീറ്റയും ഒന്ന് 3 sin തീറ്റയും. അതിൽ 3 sin തീറ്റയും ഈ സാധനം തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. ഞാനാ ഉള്ള ഇവിടെ ഈ ഡയറക്ഷനിൽ 3 cos തീറ്റ. ഞാൻ എന്ത് ചെയ്യുക? താഴെ ഞാൻ 3 cos തീറ്റ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. 500 ഡിവൈഡ് ബൈ 3 cos തീറ്റ. അവിടെ പ്രശ്നമുണ്ട്. ഇവിടെ 3 km/h അല്ല, 500 മീറ്ററിലല്ലേ. അപ്പൊ ഞാനിതിനെ കിലോമീറ്റർ ആക്കാൻ വേണ്ടി 0.5 ആക്കുക. ഇനി 0.5/3 cos തീറ്റ ചെയ്യണം അല്ലേ. സൈൻ തീറ്റ 2/3 ആണെങ്കിൽ സൈൻ തീറ്റ 2/3 ആണ്. അപ്പൊ cos തീറ്റ കാണും. cos തീറ്റ ഇസ് ഈക്വൽ ടു നമുക്കൊരു ഇക്വേഷൻ അറിയാലോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ cos തീറ്റ കാണാൻ വേണ്ടി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ 1 മൈനസ് 4/9. 2/3 സ്ക്വയർ 4/9. 9 4 പോയാൽ 5 ഡിവൈഡ് ബൈ 9. അതായത് റൂട്ട് 5/3. 9 മൈനസ് 4 റൂട്ട് 5. 5 ഡിവൈഡ് ബൈ 9. റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് 5/3. അപ്പോൾ കോസ് തീറ്റ എന്ന് വരും റൂട്ട് 5/3. അപ്പോൾ 0.5 ഡിവൈഡ് ബൈ റൂട്ട് 5/3. ഇവിടെ ഓൾറെഡി ഒരു 3 ഉണ്ട്. ഇതും വെട്ടിപ്പോയി. ബാക്കി എന്നാ വരും? 0.5നെ ഞാൻ
5 ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതുക. താഴെ എന്ത് എഴുതുക? √5. വെട്ടിപ്പോയാൽ എന്നാ കിട്ടും? √5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതായിരിക്കും എന്ത് നമ്മുടെ ആൻസർ. അത്ര ടെസ്റ്റിൽ എത്ര എഴുതിയിട്ട് നോക്കട്ടെ. √5/5 √5/10 എഴുതിയിട്ടുള്ളൂ. √5/10 നോക്കിയാൽ 3 3 വെട്ടിപ്പോയി. ബാക്കി 0.5/5. 0.5 എങ്ങനെ എഴുതാം? 0.5 5 ഇൻറ്റു 10⁻⁻1 ഡിവൈഡ് ബൈ √5 എന്ന് എഴുതാം. 5 എന്ന് പറഞ്ഞാൽ എന്നതാ? √5 ഇൻറ്റു √5. ഇതും വെട്ടിപ്പോയി. ബാക്കി ആരുണ്ട്? √5 ഇൻറ്റു 10⁻⁻1. ഇതിനെങ്ങനെ എഴുതാം? √5 ഡിവൈഡ് ബൈ 10 കേട്ടോ. ടൈം അവർ, കാരണം ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നതെല്ലാം അവറല്ല. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. കിട്ടിയില്ലേ? ടൈമും കിട്ടി, തീറ്റയും കിട്ടി. തീറ്റ സൈൻ ഇൻവേഴ്സ് 2/3 എഴുതിയിട്ട് എഴുതി വെച്ചാൽ മതി. ഇത്രയാണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം ഫോട്ടോ ഇടാം, നിങ്ങളത് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതി എടുത്തു. നല്ല പ്രോബ്ലം. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു റിവർ ഉണ്ട്, ഇതിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് എത്രയാ? 500 മീറ്റർ. ഇവിടെ ഒരു സ്വിമ്മർ സ്വിം ചെയ്യാണ്. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇയാൾ എപ്പോഴും ഒരു 120 ഡിഗ്രിയാണ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഡയറക്ഷൻ ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ റിവറിന്റെ വെലോസിറ്റി കേട്ടോ. ആ ഡയറക്ഷൻ ഇത്ര അതിന് എത്രയാ? 2 km/h. Velocity of river with respect to ground is 2 km/h. ഇതാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഡയറക്ഷൻ ഓഫ് ഫ്ലോയ്ക്ക് 120 ഡിഗ്രി ആംഗിൾ ഇയാൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാൾ 120 ഡിഗ്രി ഇത് എത്രയായിരിക്കും മക്കളെ? അപ്പോൾ 30 ഡിഗ്രി. ഇവിടെ നിന്ന് ഇവിടം വരെ 90 ഡിഗ്രി അല്ലേ? എത്രയായിരിക്കും? 30 ഡിഗ്രി. ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. കാരണം ഇയാൾ സ്വിം ചെയ്യുന്ന ഇങ്ങോട്ടേക്ക്. നമുക്കറിയത്തില്ല ഇയാൾ കറക്റ്റ് ഇവിടെ എത്തുമോ, ഇനി ഇപ്പുറത്തേക്ക് എത്തുമോ, ഇവിടെ എത്തുമോ. നമ്മൾ ചോദിച്ചേക്കുന്നത് അത് തന്നെയാണ്. ഇയാൾ എവിടെ എത്തിച്ചേരുന്നു? ആക്ച്വൽ പൊസിഷനിൽ എത്തുമോ, അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തുമോ, അതോ ഇവിടെ എത്തുമോ, അല്ലെങ്കിൽ ഇവിടെ എത്തുമോ? ഇത് എത്രയാണ് തന്നേക്കുന്നത്? 3 km/h. 3 km/h. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ കണക്കിൽ അതേ കൺസെപ്റ്റ്. ഈ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ ഈ കമ്പൗണ്ട് ആക്കിയിട്ടും ഈ കമ്പൗണ്ട് ആക്കിയിട്ട് എഴുതി നോക്കാം. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കമ്പൗണ്ട് എത്രയാ? 3 cos 30. പെർപെൻഡിക്കുലർ അല്ല, ഇതിന്റെ അഡ്ജസൻസ് ആയിട്ടുള്ള ഈ കമ്പൗണ്ട്. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കമ്പൗണ്ടോ 3 sin 30. ഞാൻ അവനെ നേരെ പാരലൽ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. 3 sin 30. നോക്കിയേ, വെലോസിറ്റി ഓഫ് റിവർ 2 km/h അങ്ങോട്ടുണ്ട്. സ്വിം ചെയ്യുന്നതിന്റെ ഈ സ്വിമ്മറുടെ ഇത്രയും ഭാഗം ഇങ്ങോട്ടേക്കുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എങ്ങോട്ട് പോകുമായിരുന്നു? ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കല്ല, ഈക്വൽ ആണെങ്കിൽ ക്യാൻസൽ ആയിപ്പോയി. അതിന്റെ അർത്ഥം ഇയാൾ നേരെ പോകുമായിരുന്നു എന്ന്. ഇവിടെ നമുക്ക് നോക്കാം ഈക്വൽ ആണോ എന്ന്. ഇത് എത്രയാ നോക്കട്ടെ? 3 sin 30 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ഇൻറ്റു sin 30 എത്രയാ? 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 3/2. 1.5 km/h ഇങ്ങോട്ടേക്കുള്ളൂ. അതിന്റെ അർത്ഥം 2 km/h അങ്ങോട്ടേക്കുണ്ട്, 1.5 km/h ഇങ്ങോട്ടേക്കുണ്ട്. അപ്പൊ നെറ്റ് ഇഫക്റ്റിൽ ഇപ്പൊ എത്രയാ അങ്ങോട്ടേക്കുള്ള? 0.5. 2 മൈനസ് 1.5 എത്രയാ? 0.5. അപ്പൊ 0.5 ഇങ്ങോട്ടേക്ക് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ ഞാൻ ഈ ഫിഗർ ഞാൻ ഒന്നുകൂടി വരയ്ക്കും. അത് ഇവിടെ നിലവിൽ ഇയാളുടെ വെലോസിറ്റി ഇയാളുടെ വെലോസിറ്റി അല്ല 0.5 km/h ആണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇയാളെ പിടിച്ചു വലിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇയാൾ ഇവിടെ വന്ന് ഏതെങ്കിലും പോസ്റ്റ് ഏതെങ്കിലും ഈ സൈഡ് വന്ന് നിൽക്കും.
രണ്ട് ഇത്രയും ദൂരത്ത് വന്ന് നിൽക്കുന്ന എനിക്ക് ഉറപ്പായി. കാരണം ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ, അങ്ങോട്ടേക്ക് ഒരു ചെറിയ വലിയ കൂടുതലുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്ന് നിൽക്കും, ഏതൊരു പൊസിഷനിൽ റൈറ്റ് സൈഡ് വന്ന് നിൽക്കുന്നു എനിക്ക് ഉറപ്പായി. ഓക്കെ, ഒരു പണി ചെയ്യാം. നമുക്ക് ഈ ഡിസ്റ്റൻസ് അല്ലേ കാണണ്ടേ? ഈ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി അങ്ങോട്ടേക്കുള്ള വെലോസിറ്റി, ഈ എക്സ് ഡയറക്ഷനിലേക്കുള്ള വെലോസിറ്റി എനിക്കറിയാം. വെലോസിറ്റിനെ ഞാൻ ടൈം കൊണ്ട്, ഇവിടെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഡ്രിഫ്റ്റ് കിട്ടും, ആ എക്സ് കിട്ടും. പക്ഷെ ടൈം എങ്ങനെ കാണും? ടൈം കാണാൻ വേണ്ടി ഒന്നുമില്ല, നമുക്കറിയാവുന്ന ഇക്വേഷൻ വിഡ്ത്ത് ഡിവൈഡ് ബൈ അതിന്റെ ഡയറക്ഷനുള്ള വെലോസിറ്റി. അപ്പൊ ടൈം കാണാനായിട്ട് വിഡ്ത്ത് എത്രയാ? 500 മീറ്റർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് പണി ചെയ്യാം, കിലോമീറ്ററിലേക്ക് മാറ്റാം. 0.5 കിലോമീറ്റർ ഡിവൈഡ് ബൈ അതിന്റെ ഡയറക്ഷനുള്ള വെലോസിറ്റി 3 × cos 30. cos 30 എത്രയാ മക്കളെ? √3/2. എന്നാ വരും? ഈ 2 മുകളിൽ പോയാൽ അത് 1 ആയി. 1/3 √3 അവർ ആണ് ഇവിടെ നിന്ന് ഇവിടം വരെ പോകാനുള്ള സമയം. ടൈം കിട്ടിക്കഴിഞ്ഞ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഡ്രിഫ്റ്റ് കാണണം. അത് കാണാനായിട്ട് എക്സ് കാണാനായിട്ട് വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എത്രയാ? 0.5 അവർ കിലോമീറ്റർ പെർ അവർ ഇൻറ്റു ടൈം എത്രയാ? 1/3 √3. ഇത്രയേ ഉള്ളൂ. ഈ 0.5നെ വേണമെങ്കിൽ 1/2 എന്ന് എഴുതാം, ഇൻറ്റു 1/3 √3. ഇത് 1/6 √3. ഇങ്ങനെ ടെസ്റ്റ് കിടക്കുന്ന ആൻസർ നോക്കിയിട്ട് ഇനി ഇത് കണ്ടിട്ട് വട്ടടിക്കാൻ നിൽക്കണ്ട. ഇത് എഴുതിയേക്കുന്നത് ഇതും ഒക്കെ സെയിം ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. പ്രോബ്ലം വലുതായിട്ട് തോന്നും, പക്ഷെ ഇത്രയേ ഉള്ളൂ. ഓർക്കുക, ഇത് ഈ കമ്പോണന്റ് പരസ്പരം ക്യാൻസൽ ആയി പോയാൽ ഇയാൾ നേരെ മുമ്പോട്ട് ഒഴുകി പൊക്കോളും, നീന്തി പൊക്കോളും ഈ ഡയറക്ഷൻ തന്നെ. ഇങ്ങോട്ടേക്കോ കൂടുതലാണെങ്കിൽ, ഇപ്പൊ ഇങ്ങോട്ടേക്കാണ് കൂടുതൽ എങ്കിൽ അയാൾ എവിടെ പോയായിരുന്നു? ഇവിടെ പോയി നിൽക്കുമായിരുന്നു. നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പൊ കിട്ടും. മക്കളെ ഈ ക്വസ്റ്റ്യൻ നോക്കിയോ. ഒരു റിവർ ഉണ്ട്, റിവറിന്റെ ഒഴുകുന്ന സ്പീഡാണ് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് 2 km/h. ഇങ്ങോട്ട് ഒഴുകുക. ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു സ്വിമ്മർ സ്വിം ചെയ്യുകയാണ്. എത്ര ഡിഗ്രി ആംഗിളിൽ? 37 ഫ്രം ദ ഹൊറിസോണ്ടൽ, ഈ ഡിഗ്രി ആംഗിൾ. അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി പറയുകയാണെങ്കിൽ ഇവിടെ വരെ 90 എത്രയാ? 53 ഡിഗ്രി. 90 + 53 143. 143 ഡിഗ്രി ആംഗിൾ ഫ്രം ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഡയറക്ഷൻ ഓഫ് ഫ്ലോയിന്റെ 143 ഡിഗ്രി ആംഗിളിൽ ഇവൻ കിടന്ന് ഒഴുകുവാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഫിഗർ വരുന്നതായി ഇങ്ങനെ കേട്ടോ. എത്രയാണ് അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 km/h. ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. എത്രയാ? 5 km/h. നമ്മൾ ചോദിച്ചേക്കുന്നത് ടൈം ടേക്കൺ. വിഡ്ത്ത് 12 കിലോമീറ്റർ കേട്ടോ. ഈ വലിയ റിവറാണ്, അതിന്റെ വിഡ്ത്താണ് 12 കിലോമീറ്റർ. ടൈം ടി കാണണം, എത്ര നേരം കൊണ്ട് ഇവിടെ വരെ എത്തിയെന്ന് കാണണം, എവിടെയാണ് എത്തുന്നത് അവിടെ വരെ. ഡ്രിഫ്റ്റ് കാണണം. ഇനി ഇവൻ ഡയറക്റ്റ് ഇവിടെ അല്ല എത്തുന്നെങ്കിൽ ഇങ്ങോട്ടേക്കാണ് പോകുന്നെങ്കിൽ ഡ്രിഫ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കാണ് പോകുന്നെങ്കിൽ ഈ ഡ്രിഫ്റ്റ് കേട്ടോ. ഒറിജിനൽ പൊസിഷനിൽ നിന്നുള്ള ഈ എക്സ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, അതാണ് ഡ്രിഫ്റ്റ്, അത് കാണണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാള് ഈ സ്വിമ്മറെ നോക്കുമ്പോൾ അയാൾ എങ്ങോട്ടാണോ പോയേക്കുന്നത്, ചിലപ്പോൾ ഇങ്ങോട്ടേക്കാവാം, അല്ല ചിലപ്പോൾ ഇങ്ങോട്ടേക്കാവാം, അല്ല ചിലപ്പോൾ ഇങ്ങോട്ടേക്കാവാം. ആ വെലോസിറ്റി കാണണം. പിന്നെ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ. നേരെ ഇങ്ങോട്ടേക്കാ പോകുന്നെങ്കിൽ ഈ ഡിസ്റ്റൻസ് അത് എത്രയാണ്? ഇത് തന്നെ. ഇങ്ങോട്ടേക്കാ പോകുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ പോകുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണോ? അല്ല, ഇയാൾ നീന്തുന്നത് ഇങ്ങോട്ടേക്കാണ്, പക്ഷെ ഇയാൾ ഇതിന്റെ ഈ റിവറിന്റെ വെലോസിറ്റി കാരണം ഇയാൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് ആക്ച്വൽ ഡിസ്റ്റൻസ് ഇതല്ല. ചെയ്തു നോക്കാം. തന്നെ വരുന്നത് കൺസെപ്റ്റ് പഴയ തന്നെ, സെയിം തന്നെ. നമുക്ക് ഈ വെലോസിറ്റിയിൽ നമുക്ക് 2 കമ്പോണന്റ് ആക്കാം. ഈ വെലോസിറ്റി കമ്പോണന്റിന്റെ ഈ സൈഡ് അഡ്ജസന്റ് സൈഡ്, ഈ തീറ്റന്റെ അഡ്ജസന്റ് സൈഡ് എന്നാ വരും മക്കളെ? 5 cos 37. ഈ 37 ആ ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ കുറച്ചുകൂടെ പറഞ്ഞാൽ പിന്നെ പറയുവാണ്. 37 ഡിഗ്രി, 90 ഡിഗ്രി, ബാക്കി എന്നാ ഉള്ളത്? 53 ഡിഗ്രി. ഈ ട്രയാങ്കിളിന്റെ സൈഡ് എങ്ങനെ വരും അറിയോ? 37 കറസ്പോണ്ട് ആയിട്ട് 3, 53 കറസ്പോണ്ട് ആയിട്ട് 4, ഇതിന് കറസ്പോണ്ട് ആയിട്ട് 5. വളരെ ഇമ്പോർട്ടന്റ് ഈ ട്രയാങ്കിൾ ഓർത്തിരിക്കണം. അങ്ങനെയെങ്കിൽ cos 37 എന്നാ വരും? 4/5.
അപ്പോൾ 5 ഇൻറ്റു കോസ് 37 പോരാൻ 4/5. ഇപ്പം എന്നാ കിട്ടി? 4 km/h. അപ്പം നോക്കിയാൽ മക്കളെ, ഞാൻ ഇവിടെ ഇങ്ങോട്ടേക്ക് എഴുതുക കേട്ടോ. ഇവരെ മാറ്റിയിട്ട് ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. 4 km/h. അപ്പൊ ഈ സ്വിം ചെയ്യുന്ന ആളുടെ ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 4 km/h ആണ്. റിവർ അങ്ങോട്ടേക്ക് 2 km/h പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പൊ നെറ്റ് ഇഫക്റ്റില് ഇയാൾക്ക് എത്ര വെലോസിറ്റി എങ്ങോട്ടേക്ക് ഉണ്ടാവും? ഇങ്ങോട്ടേക്ക് 2 km/h ഈ ബോട്ട് അല്ലെങ്കിൽ സ്വിമ്മർ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതിന്റെ അർത്ഥം ഇയാള് നേരെ പോകില്ല. ഇത് രണ്ട് ഈക്കാണ് നേരെ പോകുമായിരുന്നു. ഇപ്പൊ എങ്ങോട്ട് പോകും? ഈ സൈഡിലേക്ക് പോകും. അപ്പൊ ഇയാൾ എത്തിച്ചേരുന്നത് ഇവിടെ ആയിരിക്കും കേട്ടോ. അതാണ് ഡ്രിഫ്റ്റ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇത് കാണണം. ഇത്ര ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. നമുക്ക് ഈ ഫിഗർ ഒന്നുകൂടി വരയ്ക്കാം. ചെറുതായി വരയ്ക്കാം. അപ്പൊ അയാള് എവിടെ എത്തിച്ചേരും? ഇവിടെ എത്തിച്ചേരും. ഇങ്ങോട്ടേക്കുള്ള ഇയാളുടെ വെലോസിറ്റി എത്രയാ? ഇത് 2 അല്ലേ ഇങ്ങോട്ട് ബാക്കിയുള്ളത്. അപ്പൊ ഇങ്ങോട്ടേക്കുള്ളത് 2 km/h ആണ് അയാൾക്ക് അവിടെ ബാക്കിയുള്ളത്. ഇനി ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റ്, നമ്മൾ ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റ് 4 ആണ്. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റ് ഇതെത്ര എടുത്ത് നമ്മള് 5 cos 37 അല്ലേ ഈ കമ്പോണന്റ്. ഇതെന്നാ വരും? 5 sin 37 അല്ലെ. 5 sin 37 എന്ന് പറഞ്ഞാല് sin 37 എന്താ? 3/5. 5 into 3/5. 5 വെട്ടി ബാക്കിയാണ് 3 ആവും. അപ്പൊ 3 km/h ആണ് എന്നുള്ള ഇത് ഇങ്ങോട്ടേക്ക് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടൈം കാണണം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത് ഞാൻ വിഡ്ത്ത് ആണ്. അപ്പൊ വിഡ്ത്തിലേക്കുള്ള ഡയറക്ഷനിലുള്ള വെലോസിറ്റി എടുക്കണം. എത്രയാ? 12 km അല്ലേ. 12 km ആണ് വിഡ്ത്ത്. അതിന്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എത്രയാ മക്കളെ? 3 km/h. 3 km/h. 3 km/h. 12 3 വെട്ടി 4 കിട്ടി. അവർ മൂളി പോയി. എത്ര കിട്ടി? 4 അവർ ആണ് ടൈം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡ്രിഫ്റ്റ് കാണും. ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി എനിക്കറിയാം 2 km/h. സഞ്ചരിച്ച സമയം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഡ്രിഫ്റ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എത്രയാ? 2 km/h ഇൻറ്റു 4 ആണ്. എത്ര കിട്ടി? 8 km. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഈ ഡിസ്റ്റൻസ് എത്രയാ? 8. ഈ ഡിസ്റ്റൻസ് എത്രയാ? 12 km ആണ് വിഡ്ത്ത്. ഈ ദൂരമാണെന്ത്? 8. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇങ്ങോട്ട് നോക്കി. ഇതല്ലേ ഇവൻ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. ഇത് ഇവന്റെ ആദ്യത്തെ ഇവൻ സ്വിം ചെയ്ത ഡയറക്ഷൻ. ഇതാണ് 37 ഡിഗ്രി. ഇതാണെന്ത്? വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇതിലാണ് അവൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിൽ ഒരാൾ കാണുന്നത്, ഇയാൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഈ ദൂരമാണ് ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പൊ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ കാണാൻ വേണ്ടി ഈ ഡിസ്റ്റൻസ് അറിയാം എത്രയാ? 12. ഈ ഡിസ്റ്റൻസ് എത്രയാ? 8. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. ഇത് 12 ഇത് 8 ആണെങ്കിൽ ഈ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12² പ്ലസ് 8². എത്ര കിട്ടും? 12² പ്ലസ് 8² 13 ആണോ? നോക്കട്ടെ. കാൽക്കുലേറ്ററേ കാണില്ല. ഇത് എത്ര വെച്ചാൽ കണ്ടുപിടിക്കും കേട്ടോ. എൻ്റെ തല ഇപ്പൊ കത്തുന്നില്ല. രാത്രി 2 മണിയല്ലേ, കത്തുന്നില്ല. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ നോക്കി. ഇത് 3 km/h, ഇത് 2 km/h.
അപ്പോൾ ഈ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങനെ എഴുതാം? 3j പ്ലസ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഈ വെലോസിറ്റിനെ എങ്ങനെ എഴുതാം? 3j പ്ലസ് 2 ഇത് എക്സ് ഡയറക്ഷൻ ഇവിടെ പ്ലസ് അല്ല വരിക, മൈനസ് വരിക. കാരണം എന്താ? ഇവൻ ഈ ഡയറക്ഷനിലേക്കാണ്, നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. -2i ഇതാണ് എന്ത്? വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇവന്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിലോ √3² പ്ലസ് 2². ഇതാണ് എന്താ? ഇതാണ് വെക്ടർ, ഇതാണ് എൻ്റെ മാഗ്നിറ്റ്യൂഡ്. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ ഇസിക്കൽ അല്ല, അത് വേണ്ട. ഇത് ഇങ്ങോട്ട് നോക്കി. ഈ വെലോസിറ്റി ഡയറക്ഷൻ കണ്ട ഇങ്ങോട്ടേക്കാ? ദേ ഇങ്ങോട്ടേക്ക്. ഇവിടെ ഒരു വെലോസിറ്റി ഉണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ 3. ഇവിടെ ഒരു 2 km/h ഇങ്ങോട്ടേക്കുണ്ട്. ഈ രണ്ട് വെക്ടറിന്റെ സം അല്ലേ ഈ വെക്ടർ? ഈ ട്രയാങ്കിൾ നോക്ക്. ട്രയാങ്കുലർ ഫ്ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഒരെണ്ണത്തിന് തലയെ കൊണ്ടേ വേറൊരുത്തരെ കൊണ്ടേ വെച്ചു, എനിക്കപ്പോൾ ഇത് കിട്ടി. ഇവർ ഡയറക്ഷൻ കണ്ടോ? ഇമാർക്ക് രണ്ടുപേർക്ക് ഓപ്പോസിറ്റാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് രണ്ടും കൂട്ടി കിട്ടുന്ന ആൻസർ ആണ് ഇത്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പഠിക്കാൻ പോകണ്ട കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെ എഴുതി. രണ്ടും കൂട്ടി നോക്കിയിട്ട് 9 + 4 എത്രയാണ്? √13. ചെയ്ത് നോക്കിയാൽ എത്രയാണ്? ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസർ ചെയ്യുന്നത്. ഇവിടെ എന്നാ പറ്റിപ്പോയെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റിയുടെ ആ കമ്പോണന്റ് ഈ റിവറിനെക്കാട്ടിൽ ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ട് ഈ നേരെ പോയ ഇങ്ങോട്ടേക്ക് സ്വിം ചെയ്ത ആള് ഇങ്ങോട്ട് പോകാതെ നേരെ കറക്റ്റ് ഇങ്ങോട്ട് പോകാതെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി. ഇതൊന്ന് ആലോചിക്കും, ഈ ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ് കുറവായിരുന്നെങ്കിലോ ഇവൻ എങ്ങോട്ട് പോയായിരുന്നു? ഇങ്ങോട്ടേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഈ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കണ്ടീഷനുകളാണ്. ഒന്ന് മിനിമം ടൈമും ഒന്ന് മിനിമം ഡിസ്റ്റൻസും. എന്ന് വെച്ചാൽ ഒന്ന് നോക്കിയോ, റിവറാണ്, ഇതാണ് ഇക്കര, ഇതാണ് അക്കര. മിനിമം ടൈമിൽ ഇയാൾക്ക് ഈ സ്വിമ്മർക്ക് ഇവിടം ക്രോസ് ചെയ്യണം കേട്ടോ, അക്കരെ എത്തണം മിനിമം ടൈമിൽ. അത് എവിടെ വേണേലും എത്താം, അതാണ് കണ്ടീഷൻ. ഈ അക്കരയിൽ എവിടെ വേണേലും എത്താം, ഇവിടെ എത്തണം നിർബന്ധമില്ല, എവിടെ വേണേലും എത്താം. മിനിമം ടൈമിനുള്ളിൽ ഈ പുഴ ക്രോസ് ചെയ്യണമെന്നേ അർത്ഥമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ എതുകൂടെ അയാൾ നീന്താൻ ശ്രമിക്കണമെന്ന്. ഇതുവഴി നീന്തണോ അല്ലെങ്കിൽ കുറച്ച് ഇപ്പുറത്തേക്ക് നീന്തണോ അല്ലെങ്കിൽ നടുക്കൂടെ നീന്തണോ? ഓക്കെ, നമുക്ക് പണി ചെയ്യാം. നമുക്ക് വിളിക്കാം, ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. നീന്തുന്ന സ്പീഡ് നമ്മൾ ഇവിടെയല്ലേ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് വിഡ്ത്ത് ഡി കേട്ടോ, വിഡ്ത്ത് ഡി. ഇവിടെ ഇയാൾ സ്വിം ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഇത് തീറ്റ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം കണക്ക് ചെയ്ത് നോക്കാം, എന്നാ വരും നോക്കാം. മിനിമം ടൈം ആണ് അല്ലേ. ടൈമിൻ്റെ ഇക്വേഷൻ എന്നതാ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെ? വീതി എടുക്കുക, ഈ വിഡ്ത്ത് എടുക്കുക ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എടുക്കണം. VSR ആണ് ഇങ്ങോട്ടേക്കുള്ളത് അല്ലേ. അപ്പോൾ VSR കോസ് തീറ്റ എന്ത് വരും? ഇത് ഈ സൈഡിലേക്ക് വരില്ലേ. അപ്പോൾ VSR കോസ് തീറ്റയാണ് ഈ ഡയറക്ഷനിലേക്ക് വരുന്നത്. തീറ്റയ്ക്ക് അടുത്തുള്ള ഒരു വെക്ടറിൻ്റെ കമ്പോണൻറ്റ്, വെക്ടർ ഇൻറ്റു കോസ് തീറ്റ. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നാ വരും? VSR കോസ് തീറ്റ. ഇതാണ് ടൈമിൻ്റെ ഇക്വേഷൻ. ഈ ടൈം മിനിമം ആകണമെങ്കിൽ ഈ ടേം എന്താകണം? മാക്സിമം ആകണം. ഒരു ഡിവിഷൻ്റെ അടിവശം മാക്സിമം ആയാലാണ് ഈ ഇക്വേഷൻ, ഈ വാല്യൂ മിനിമം ആകാം. VSR ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ, 5 m/s പോകുന്നെങ്കിൽ 5 m/s പോയിക്കൊണ്ടിരിക്കും. അത് വാല്യൂ അതാണ്. ഇതൊരിക്കലും മാറ്റം വരില്ല. പിന്നെ മാറ്റം വരാൻ ചാൻസ് ഉള്ളത് ഈ കോസ് തീറ്റയാണ്. ഒരു പണി ചെയ്യാം. ഫോർ ടി മിനിമം കോസ് തീറ്റ ഷുഡ് ബി മാക്സിമം. ദാറ്റ് ഈസ് കോസ് തീറ്റൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 1. ദാറ്റ് ഈസ് കോസ് തീറ്റ ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് തീറ്റ എത്ര വരും മക്കളെ? 0. തീറ്റ എത്രയാവണം? 0. തീറ്റ 0 ആകണം എന്ന് വെച്ചാൽ
ഇയാൾ ഈ സ്വിമ്മർ എങ്ങനെ തീറ്റ 0 എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇയാൾ ഇത് കൂടെ സ്വിം ചെയ്യണം ദാ ഇങ്ങോട്ടേക്ക്. വെലോസിറ്റി ഓഫ് SR ഷുഡ് ബി ഇങ്ങോട്ട്. അതായത് സ്വിമ്മർ പെർപെൻഡിക്കുലർ ആയിട്ട് സ്വിം ചെയ്താലേ മിനിമം ടൈമിനുള്ളിൽ ഇയാൾ എത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങോട്ടേക്കാണ് സ്വിം ചെയ്യുന്നതെങ്കിൽ എവിടെ ചെന്ന് ചേരും? ഈ ഡയറക്ഷൻ ചെന്ന് ചേരും, ഇവിടെ ചെന്ന് ചേരും. അതൊക്കെ എവിടെ എത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ മിനിമം ടൈമിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലും, അത് ക്രോസ് ചെയ്യും. ഇങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നെങ്കിൽ എൻ്റെ ആൻസർ സെയിമാണ് വരിക. കാരണം എന്താ? ടൈമിൻ്റെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ വീതി, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്കുള്ള കമ്പോണൻറ്റ്. അപ്പോൾ VSR cos തീറ്റ, ഇവിടെ അത് തന്നെയാണ് വരുന്നത്. VSR cos തീറ്റ. ടി മിനിമം ആണെങ്കിൽ തീറ്റ എന്താവണം? ഈ കോസ് തീറ്റ എന്താവണം? മാക്സിമം ആവണം. തീറ്റ എന്താവണം? 0 ആകണം. അപ്പോൾ ഈ തീറ്റ 0 ആകാമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് 0 ആകണം, തീറ്റ 0 ആകണം. ഇങ്ങോട്ടേക്ക് സ്വിം ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ടേക്ക് സ്വിം ചെയ്താൽ ഇയാൾ എവിടെ ചെന്ന് ചേരും? പുഴ ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നതെങ്കിൽ ഈ സൈഡിൽ പോയി ഇയാൾ എത്തിച്ചേരും കേട്ടോ. അപ്പോൾ മിനിമം ടൈമിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. തീറ്റ എന്താവണം? 0 ആകണം. തീറ്റ 0 ആകണമെങ്കിൽ ടി മിനിമം എത്ര വരും? ടി മിനിമം ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ VSR. ഇതാണ് ടി മിനിമത്തിൻ്റെ ഇക്വേഷൻ. VSR ഷുഡ് ബി ഇങ്ങനെ പെർപെൻഡിക്കുലർ ടു ദി റിവർ ഫ്ലോ കേട്ടോ. അതാണ് അതിൻ്റെ കണ്ടീഷൻ. മിനിമം ഡിസ്റ്റൻസിൽ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ റിവർ ഇതാ ഇങ്ങോട്ടേക്കാണ്. വെലോസിറ്റി ഓഫ് റിവർ ഇങ്ങോട്ട്. ആലോചിക്കേ, മിനിമം ഡിസ്റ്റൻസ് ക്രോസ് ചെയ്യണം. അതായത് ഇയാൾ ഇവിടെ തുടങ്ങിയാൽ ഇവിടം വരെ എത്തണം. അങ്ങനെയാണെങ്കിൽ ഇയാൾ എങ്ങോട്ട് പോകണം? ഇങ്ങോട്ടേക്ക് പോകണം. ഉറപ്പല്ലേ? കാരണം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വെലോസിറ്റി ഓഫ് റിവർ എങ്ങോട്ടേക്കാണ്? അങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കണം വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഇത് തീറ്റ എന്ന് വിചാരിച്ചോ, ഈ ആംഗിള് തീറ്റ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്നാ വരും മക്കളെ? VSR സൈൻ തീറ്റ. ഈ ആംഗിളോ അല്ലെങ്കിൽ ഈ കമ്പോണൻറ്റോ? VSR കോസ് തീറ്റ. അപ്പോൾ ഈ വെക്ടറിൻ്റെ ഈ കമ്പോണൻ്റ് ഇതാണ്, ഈ കമ്പോണൻ്റ് ഇതാണ്. then ഇവനെ നേരെ താഴേക്ക് കൊണ്ടുപോയി മാർക്ക് ചെയ്യുക, പാരലൽ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത്? VSR സൈൻ തീറ്റ. മിനിമം ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നോക്കിയേ, ഈ സ്വിമ്മർ നേരെ പോകണം വേണ്ടേ? അതായത് ഈ റിവറിൻ്റെ വെലോസിറ്റിയും ഈ വെലോസിറ്റിയും ഈക്വൽ ആവണം. എന്നാൽ മാത്രമേ ഇവൻ നേരെ പോവുള്ളൂ. ഇവനാണ് കൂടുതലെങ്കിൽ ഈ ബോഡി കുറച്ച് ഈ റൈറ്റ് സൈഡിലേക്ക് പോകും, ഇവനാണ് കൂടുതലെങ്കിലോ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകും. അത് പറ്റില്ല നമുക്ക്, കാരണം മിനിമം ഡിസ്റ്റൻസിൽ നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ അവൻ നേരെ പോകണമെങ്കിൽ VSR സൈൻ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു VR. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു VR ഡിവൈഡ് ബൈ VSR. ഈ ആംഗിളിൽ പോയാൽ മാത്രമേ മിനിമം ഡിസ്റ്റൻസിൽ വൻ ക്രോസ് എത്തുള്ളൂ, മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് പ്രോബ്ലം നോക്കിയിട്ട് അവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിവർ ബോട്ട് പ്രോബ്ലത്തിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് വുമൺ അംബ്രല്ല പ്രോബ്ലം അല്ലെ മാൻ അംബ്രല്ല പ്രോബ്ലത്തിലേക്ക് കയറാം കേട്ടോ. കുട എത്ര ചെരിച്ച് പിടിക്കണം, എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കണം എന്നൊക്കെയുള്ളത്. അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, കണ്ടിന്യൂ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.